ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടുത്തെ ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറഞ്ഞേ പറ്റൂ അല്ലേ. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നോ പറയേണ്ട സ്ഥലത്ത് നമ്മളെല്ലാവരും നോ പറഞ്ഞിരിക്കണം അല്ലേ. ചിലവരൊക്കെ ചിലപ്പം ഒരു പ്രശ്നവും ഇല്ലാണ്ട് നോ പറഞ്ഞെന്ന് വരും. പക്ഷെ ചിലവർക്ക് പ്രശ്നമുണ്ടാവും. നോ പറയേണ്ട സ്ഥലത്ത് അവർ എസ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്കാകെ ഒരു ലൈഫേ ഉള്ളൂ, അത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെയും സന്തോഷിപ്പിക്കണം, മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കണം. പക്ഷേ നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളെക്കൊണ്ടാകുന്ന രീതിയിൽ, നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഓക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് നോ പറയാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോടാണ് നമ്മൾ നോ പറയേണ്ടത് അല്ലേ. നോ പറയേണ്ട സാഹചര്യത്തിൽ അപ്പം നമുക്ക് എല്ലാ സമയത്തും നമുക്ക് നോ പറയണമെന്നില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ നോ പറയേണ്ട സാഹചര്യം വരുന്നത്. അപ്പം നമ്മളെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ടോ നമ്മൾ അറിയുന്ന ആൾക്കാരോ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളോടൊരു ജോലി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓഫ് കോഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കണം. കാരണം അതൊരു ജോലിയുടെ കാര്യമല്ലേ. അവർക്കും ഗുണമുണ്ട്, നമുക്കും ഒരു ഗുണമുണ്ട്, നമുക്കൊരു സന്തോഷം. അവർക്കൊരു ജോലി കിട്ടുമ്പോൾ നമുക്കും നല്ല സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എസ് ആണ് പറയേണ്ടത്, അവിടെ നമുക്ക് നോ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും നമ്മളോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ നമുക്ക് തിരിച്ചതിന് മറുപടി പറയാനുള്ള അവകാശമുണ്ട്. അത് ചിലപ്പം എസ് ആകാം, നോ ആകാം. അത് നമ്മുടെ അവകാശം, ചോദിക്കാനുള്ള അവകാശം അവരുടെ അല്ലേ. അപ്പോൾ നമുക്ക് നോ പറയേണ്ട സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക. നമ്മൾ അറിയുന്ന ആൾക്കാരായിരിക്കും നമ്മളോട് എന്തായാലും സഹായം ചോദിക്കുക, എന്തെങ്കിലും ചോദിക്കുക. അപ്പം നമുക്ക് അവരോട് നമ്മൾ നോ പറയുമ്പം നമ്മൾ ഓർക്കും, അവർക്കത് ഇഷ്ടപ്പെടുമോ, അവർക്ക് വിഷമമാകുമോ, അവരിനി എന്ത് ചെയ്യും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് നമുക്ക് തുറന്ന് സംസാരിക്കാം. നമ്മളോട് ഇപ്പം ഒരു ആൾ നമ്മളോട് സഹായം ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ അവർ നമ്മളെ സഹായം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കണം. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് അതിലോട്ട് വരുന്നില്ല എങ്കിൽ നമ്മളവിടെ നോ പറയണം. നമ്മൾ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ച് നമ്മളോടവിടെ നോ പറയാം. അപ്പോൾ അവർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. അവർക്ക് കാര്യം എന്തായാലും മനസ്സിലാകുമല്ലോ. ഇപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നെങ്കിൽ, നമ്മളെ കൊണ്ട് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ പറയണം നമ്മളെ കൊണ്ട് പറ്റും, പക്ഷെ നമ്മളത് പതുക്കെ ആയിരിക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില സമയത്ത് നമ്മളോട് ചില ആൾക്കാർ നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് റിസ്ക് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ കണ്ണും പൂട്ടിയിട്ട് നമ്മളത് എസ് പറയാൻ പാടില്ല. റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും ആലോചിച്ച് വേണം, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മളത് എസ് പറയണോ നോ പറയണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പം നമ്മൾ എടുത്ത് ചാടി നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു വിഷമമാകും. അപ്പം നമുക്ക് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മളത് കുറച്ച് സാവധാനം സമയമെടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ മനസ്സിലാക്കുമ്പം നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ്ട് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഓഫ് കോഴ്സ് അവർക്കത് മനസ്സിലാകും, നമുക്കും അത് ഗുണമുണ്ട്. കാരണം
മറ്റുള്ളവർക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതേ വരുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷെ നമ്മളത് വിചാരിക്കണ്ട, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ അത് അവർക്ക് മനസ്സിലായിക്കോളും. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകും ലേറ്റായിട്ട്. പെട്ടെന്ന് മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ, അത് തന്നെ അവർ മനസ്സിലായിക്കോളും. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്താണ്ട് കുറ്റപ്പെടുത്താണ്ട് നമ്മുടെ കാര്യം നമ്മൾ ജസ്റ്റ് ഹൈലൈറ്റ് ആക്കി കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് പതുക്കെ മനസ്സിലാക്കാം. അപ്പോൾ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വേണം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. ഇനി അടുത്ത ഉത്തരവാദിത്തമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അവിടെ നോ പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മളൊരു പേരൻ്റാണ്. ഇപ്പോൾ പേരൻ്റ് ആണെങ്കിൽ നമ്മുടെ പിള്ളേർ എപ്പോഴും ടി വിയും സോഷ്യൽ മീഡിയയിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ടി വി കാണുക കാർട്ടൂൺ കാണുകയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരോട് പെട്ടെന്ന് പോയിട്ട് പറയാം, നീ തൊട്ട് നാളെ തൊട്ട് ടി വി കാണരുത് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമമാകുമല്ലോ. അപ്പം നമ്മൾ ഉത്തരവാദിത്തോടെ നമ്മൾ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കണം. സംസാരിച്ച് സമയമെടുത്ത് സംസാരിച്ച് ഒരു കാര്യത്തിൽ എത്തിച്ചേരണം. നമ്മൾ അവരോട് പതുക്കെ ചോദിക്കണം, നിങ്ങൾക്ക് എന്തോരം നേരം ടി വി കാണണം, ഏത് സമയത്താണ് കാണണ്ടേ, എന്താണ് കാണേണ്ടതെന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത്ര നേരം അവർ കണ്ടോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പോയ ഉടനെ നമ്മൾ നോ എന്ന് പറയുകയാണെങ്കിൽ അത് അവർക്ക് നന്നായിട്ട് വിഷമമാകും. അതവർക്ക് അവർക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള പറ്റത്തുമില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഇത്തിരി ഉത്തരവാദിത്തത്തോടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് ഓക്കെ ആവും. അതേപോലെ നമ്മൾ ഇപ്പോൾ ഓഫീസിൽ നമ്മളൊരു മാനേജർ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ട്, നമ്മുടെ കൂടെ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ചില സമയത്ത് ചില സാഹചര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ നോ പറയണമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഓഫ് കോഴ്സ് നോ പറയണം, നമ്മൾ എസ് പറയാൻ പാടില്ല. ചിലപ്പോൾ അവർക്ക് വിഷമമായിക്കോട്ടെ, വിഷമമാകും, പക്ഷെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ചില സമയത്ത് നമ്മൾ ചൂഷണത്തിൽ പെട്ടുപോകാറുണ്ട്. എന്തുകൊണ്ട്? അവിടെ നമ്മൾ നോ പറയാൻ മടി കാരണം അല്ലേ. എസ് പറഞ്ഞിട്ടായിരിക്കും ചില സമയത്ത് നമുക്ക് ചൂഷണം സംഭവിക്കാറുള്ളത്. ഈ ചൂഷണം സംഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇപ്പം ഞാനൊരു സ്ഥലത്ത് പുതിയതായിട്ട് ജോയിൻ ചെയ്തു എൻ്റെ ഓഫീസിൽ. അപ്പം കുറച്ച് പേര് എന്നോട് പറഞ്ഞു, ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, അവരോട് പോയി സംസാരിക്കേണ്ട, അത്ര നല്ലതല്ല, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ആദ്യമായിട്ട് കയറുന്ന സ്ഥലമാണ്, എനിക്ക് ആരെയും അറിയത്തില്ല, അവിടെ ഈ പറഞ്ഞു തന്ന ആൾക്കാരെയും അറിയത്തില്ല, എന്താ പറയുക, കുറ്റപ്പെടുത്തിയവനെയും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഓക്കെ പറഞ്ഞു അവരോട്, ശരി നോക്കാം എന്ന് പറഞ്ഞു. ഒരു 2, 3, 4 മാസമൊക്കെ ആയി. ഈ പറഞ്ഞ ആളോട് ഞാൻ ഇതുവരെ പോയി മിണ്ടിയിട്ടും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു, നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ അവരെക്കുറിച്ച് നീ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞല്ലോ, പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാണുമ്പോൾ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ നോട്ട് ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഓർത്തു, പോയി പരിചയപ്പെടാം, അങ്ങോട്ട് പോയി പരിചയപ്പെടാം എന്നോർത്തു. അങ്ങനെ ഞാൻ പോയി അങ്ങോട്ട് പോയി സംസാരിച്ചു, പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഈ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവരും എന്നോട് പേരും പറഞ്ഞു, എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതായത് അവരുടെ വർക്കൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം അങ്ങനെ പോയി. ഇതുവരെ എനിക്ക് ഈ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ കുറച്ച് കുറ്റങ്ങൾ, എനിക്ക് ഇതുവരെ അത് ഫീലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, വെറുതെ ഒരാളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയണം എന്തിനാ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു കേട്ടോ. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി, നമ്മൾ എങ്ങനെ ഒരാളോട് പെരുമാറുന്നോ അതിനനുസരിച്ചിരിക്കും അവർ നമ്മളോട് തിരിച്ച് പെരുമാറുന്നത് അല്ലേ. ഇപ്പം നമ്മൾ മോശമായിട്ട് ഒരാളോട് സംസാരിക്കുകയോ ആണെങ്കിൽ അവരും അതേപോലെ തിരിച്ച് മോശമായിട്ടായിരിക്കും നമ്മളോട് പെരുമാറുക. ഇപ്പം ഞാൻ എൻ്റെ കൊച്ചിനോടോ എൻ്റെ അമ്മേനോടോ ഒക്കെ സംസാരിക്കുന്നതും പെരുമാറുന്ന പോലെ ആയിരിക്കില്ല പുറത്തുനിന്ന് നമ്മൾ
മൂന്നാമതായിട്ട് ഒരു അറിയാത്തൊരു ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പെരുമാറുക. അതേപോലെ ആയിരിക്കും എല്ലാവരും ഒരേപോലെ ആയിരിക്കണമല്ലോ എല്ലാവരോടും. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ചൂഷണം ചെയ്യപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ നോ പറയുകയാണെങ്കിൽ നമ്മളോട് അങ്ങനെയായിരിക്കും അവർ പെരുമാറുകയും എല്ലാം ചെയ്യുക, അല്ലേ? അപ്പം നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നമ്മുടെ ലൈഫ് കളർഫുള്ളായിരിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നോ പറയേണ്ട സ്ഥലത്ത് എങ്ങനെയൊക്കെ നോ പറയണം, എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറണം, എങ്ങനെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊരു ചെറിയൊരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.